ATR മിസ് ആണ്. അപ്പോൾ ഇന്ന് മിസ് വന്നിട്ടുള്ളത് എൻ്റെ കുട്ടികളെല്ലാവരും ഫേസ് ചെയ്യുന്ന ചെറിയൊരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സംഭവം ഇത്രയുള്ള കുറേ പേര് ചോദിക്കുന്നൊരു കാര്യമാണ്, മിസ് എനിക്ക് സ്പീഡിൽ വായിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് ഓരോ ടോപ്പിക്കും വായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ടോപ്പിക്ക് പഠിച്ചെടുക്കാനും ഒരുപാട് ടൈമാണ് എടുക്കുന്നത്. ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? നിങ്ങളാദ്യം തന്നെ ഒരു കാര്യം ആലോചിക്കുക, ഈ ഒരു പ്രശ്നം നിങ്ങളും ഫേസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ വേഗം തന്നെ പോസ് ചെയ്യുക, വേഗം തന്നെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാം ഏതെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്തായാലും ഒബ്വിയസ്ലി ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കില്ലേ. അപ്പം നിങ്ങൾക്ക് വായിക്കാൻ സ്പീഡിൽ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ റീഡിങ് സ്പീഡ് കൂട്ടാനായിട്ടുള്ള 5 ടിപ്സും ഉണ്ട്. അപ്പോൾ ആ 5 ടിപ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ മിസ് പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് ഓരോരോ ടിപ്സ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ടിപ്പ്, ഒന്നാമത്തെ കാര്യം നമ്മളെല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ടോപ്പിക്ക് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഉറക്കനെ വായിച്ചാലേ അത് തലയിൽ കയറുള്ളൂ എന്നുള്ളത്. അത് ഒരിക്കലും അങ്ങനെയില്ല മക്കളെ, അത് തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. നമ്മളിങ്ങനെ ഉറക്കനെ വായിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നുള്ള മിസ് പറഞ്ഞുതരാം. ഓരോ ടോപ്പിക്ക് നമ്മളിങ്ങനെ വായിക്കുകയാണ്, അപ്പോൾ നമ്മളിങ്ങനെ വായിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വായിക്കുന്ന സമയത്ത് നമുക്കത് എന്തായാലും വളരെ സ്ലോ ആയിട്ട് അത് കിട്ടുള്ളൂ. കാരണം നമ്മുടെ വെറുതെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് രണ്ടും ട്രൈ ചെയ്ത് നോക്കി നോക്കും. നിങ്ങൾ മൈൻഡിലൊന്ന് വായിക്കാനായിട്ട് നോക്കി നോക്ക്. അപ്പം നിങ്ങൾ ജസ്റ്റ് സംസാരിക്കാതെ നിങ്ങളുടെ മൈൻഡിൽ എത്രത്തോളം ടോപ്പിക്സ് ഒരു 5 മിനിറ്റിനുള്ളിൽ വായിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതേ 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾ എത്ര ഭാഗങ്ങളാണ് നിങ്ങൾക്ക് വായിച്ചെത്തിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളതെന്ന് നോക്കി നോക്കാം. അപ്പോൾ ഏതായിരിക്കും കൂടുതൽ? നമ്മളെപ്പോഴും മൈൻഡിൽ വായിക്കുമ്പോഴാണ് നമുക്ക് സ്പീഡിൽ വേഗം ടോപ്പിക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ സിംപ്ലി അത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കണ്ണുകൾക്ക് നമ്മളിങ്ങനെ പറയുന്നതിനേക്കാൾ സ്പീഡിൽ വളരെ വേഗത്തിൽ ഓരോരോ ടോപ്പിക്സ് ആയിട്ട് കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ഉറക്കെ വായിച്ച് പഠിക്കുന്നതിനേക്കാളും നല്ലത് എന്താണ്, നമ്മൾ മൈൻഡിൽ ജസ്റ്റ് അത് വായിക്കുന്ന കാര്യത്തിലുണ്ട്. നിങ്ങൾക്ക് സ്പീഡിൽ ഓരോ ടോപ്പിക്കും വായിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതാണ് നല്ലത്. ഓക്കെ, ചിലർക്ക് അതിങ്ങനെ ശീലമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് മൈൻഡിൽ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് ഓരോ ടോപ്പിക്കും തീർക്കാനായിട്ട് സാധിക്കും. അത് ഏറ്റവും മിസ് പറയുന്നതല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ സയൻറ്റിഫിക്കലി പ്രൂവൻ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. എല്ലാവർക്കും ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ഒരു 5 മിനിറ്റ് ടൈമർ വെക്കുക. ആ 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് നമ്മൾ സംസാരിച്ച് വായിക്കുന്നതാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മൈൻഡിൽ വായിച്ചെടുക്കുന്നതാണോ ഏറ്റവും ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് തീർക്കാനായിട്ട് പറ്റുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക, എന്നിട്ട് പറയും. ഓക്കെ, റെഡി? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, മൈൻഡിൽ വായിക്കുക. അപ്പോൾ സ്പീഡായിട്ട് വായിക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ വായിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പെന്നോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വിരലായാലും മതി. അപ്പോൾ എന്ത് ചെയ്യുക, വായിക്കുമ്പോൾ നമ്മുടെ വിരൽ വെച്ച് ഇങ്ങനെ വായിക്കാം. ഓക്കെ, അതൊന്ന് ഒരു പോയിൻ്ററായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എന്താ ചെയ്യുക, ഈ വിരലിങ്ങനെ നീക്കി ഇങ്ങനെ പോകാം. ഓക്കെ, ഇവിടെ കാണുന്നില്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചു തരാം. ഇതിപ്പോൾ തലതിരിഞ്ഞ് പോയല്ലോ, കുഴപ്പമില്ല. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ വായിച്ച് ഇങ്ങനെ പോകാം. ഓക്കെ, ഇങ്ങനെ വായിച്ചു അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പെന്നൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യും, ഇങ്ങനെ വായിച്ച് പോകാം. അപ്പോൾ അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സയൻറ്റിഫിക്കലി പ്രൂവൻ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ വെറുതെ വായിക്കുന്നതും ഇതേപോലെ ഒരു പോയിന്റർ വെച്ചിട്ട് ഇങ്ങനെ വായിക്കുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് വായിച്ചെടുക്കാനായിട്ട് ഇങ്ങനെ പോയിന്റർ വെക്കുമ്പോൾ പറ്റും എന്നുള്ളതാണ് പറയാറുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെ എപ്പോഴും എന്ത് ചെയ്യുക, ഒരു പോയിന്റർ വെച്ച് ഇങ്ങനെ വായിച്ച് പോവാം. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്ക് വായിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ അതിലുള്ള മെയിൻ ആയിട്ടുള്ള ഹെഡിങ്സ് എന്തൊക്കെയാണ്, അതിലെന്തെങ്കിലും ബോൾഡായിട്ട് എഴുതിയിട്ടുള്ള വേർഡ്സ് ഏതെങ്കിലും ഉണ്ടോ, അതിൽ ഡയഗ്രാംസോ പിക്ചേഴ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും. നമ്മുടെ ബ്രെയിനിന് നമ്മളൊരു മാപ്പ് ഉണ്ടാക്കി കൊടുക്കുകയാണ് അതുവഴിയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് അറിയാം, ഓക്കെ ഇതൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത്, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് അപ്പം നമുക്ക് സാധാരണ വായിക്കുന്നതിനേക്കാളും സ്പീഡിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പെട്ടെന്ന് ഓക്കെ അപ്പോൾ ഇതുകൊണ്ടാണ് എന്നുള്ള രീതിക്ക് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ വായിക്കുന്നതിന് മുന്നേ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഹെഡിങ്സ്, ബോൾഡായിട്ടുള്ള വേർഡ്സ്, ഡയഗ്രാംസ്, എന്തെങ്കിലുമൊക്കെ സമ്മറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ദെൻ പ്രാക്ടീസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഒറ്റ ദിവസം കൊണ്ട് മാത്രം ഇത് നടക്കണമെന്ന് ഒരു നിർബന്ധമില്ല അല്ലേ. നമ്മളിത് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, ഒരു ടൈമർ വെക്കുക. ആ ടൈമർ വെച്ചതിന് ശേഷം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 20 മിനിറ്റ്സ്, ആ 20 മിനിറ്റ്സ് നേരത്തേക്ക് നമ്മൾ ടൈമർ വെച്ചു. ആ 20 മിനിറ്റ്സ് ഞാൻ ഇവിടെ മുതൽ ഇവിടം വരെ വായിച്ച് തീർത്തിരിക്കും എന്നുള്ളത് നമ്മളങ്ങൾ ഒരു നിശ്ചയിക്കുക. അപ്പോൾ നമുക്ക് എന്തുണ്ടായിരിക്കും, ഒരു വാശി ഉണ്ടായിരിക്കും. ആ വാശി പുറത്ത് നമ്മൾ വേഗം തന്നെ തീർക്കും. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് ആ ഒരു ടൈമറൊക്കെ ഫിക്സ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആവേശത്തോടു കൂടെ പഠിക്കാനായിട്ട് സാധിക്കും. പഠനം നല്ല രസകരമായിട്ട് മാറും. മാത്രമല്ല ഇത് നമുക്കൊരു ബോറടി തോന്നിക്കില്ല. അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു ടോപ്പിക് തന്നെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ വായിച്ചിരിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല.
പോയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി ലാസ്റ്റത്തെ കാര്യം, നിങ്ങൾക്ക് ചില എക്സസൈസ് ഒക്കെ നമ്മുടെ കണ്ണിന് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾക്ക് പറയുന്ന സമയത്ത് ചിലപ്പോൾ മിസ് അല്ലേ ഇത് എന്ത് കോമഡിയാണ് മിസ് എന്നുള്ള രീതിക്ക് ആയിരിക്കും തോന്നുക, പക്ഷേ ഇതിലൊക്കെ കാര്യമുണ്ട്. ഇതൊക്കെ ഓൾറെഡി നമ്മുടെ കണ്ണിൻ്റെ ഹെൽത്തിനും ഒക്കെ നമുക്ക് കോൺസെൻട്രേഷൻ കൂട്ടാനും ഒക്കെ ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, 8 അങ്ങട് എഴുതാം. ഓക്കെ, 8 അങ്ങോട്ട് എഴുതുക. ആ 8 എഴുതുന്ന സമയത്ത് വെറുതെ നമ്മളിങ്ങനെ 8 എഴുതല്ല ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുക, ആ 8 എഴുതുന്ന സമയത്ത് ഓരോ പോയിന്റ് നമ്മുടെ ആ വിരലിലേക്ക് എന്ത് ചെയ്യണം, നല്ല വൃത്തിയായിട്ട് നോക്കുക. ഓക്കെ, അതിങ്ങനെ 8 എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യുക, ആ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ കണ്ണിൻ്റെ ഒരു എക്സസൈസ് ആണ്. അപ്പോൾ 8 എഴുതാം. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിത് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇങ്ങനെ 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 നോക്കാം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ കണ്ണിൻ്റെ പ്യൂപ്പിൾ ഉണ്ടല്ലോ, അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ നമ്മൾ കൃഷ്ണമണി ഇങ്ങനെ ഇപ്പുറത്തേക്ക് തിരിക്കുക, അതേപോലെ തന്നെ വീണ്ടും തിരിച്ച് ഇപ്പുറത്തേക്കും റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, അതായത് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മളിങ്ങനെ ചെയ്യുന്ന വഴിയായിട്ട് എന്തായിരിക്കും, അതും നമ്മുടെ കണ്ണിൻ്റെ ഹെൽത്തിനും പിന്നെ അതേപോലെ തന്നെ നമുക്ക് കോൺസെൻട്രേഷൻ കൂട്ടാനും ഒക്കെ ഫോക്കസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇവിടെ മിസ് ബാക്കിയുള്ള കുറച്ച് എക്സസൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി നോക്കുക. അതേ കണ്ടോ, മുകളിലേക്ക് നോക്കുക, താഴത്തേക്ക് നോക്കുക, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ എന്താണ് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ കണ്ണിന് കുറച്ച് എക്സസൈസ് ഒക്കെ കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ റീഡിംഗ് സ്പീഡ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ റീഡിംഗ് സ്പീഡ് കൂട്ടാനായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള 5 ടിപ്സ് എന്ന് പറയുന്നത്. ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 7 ഡേയ്സ് കൊണ്ട് നിങ്ങൾ ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ റീഡിംഗ് സ്പീഡ് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കറക്റ്റായിട്ട് സപ്പോർട്ട് വേണം, ഒരു ഫുൾ ടൈം ഗൈഡൻസ് വേണം ഈ ഒരു വർഷം നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചസ് ഉണ്ട്. അപ്പോൾ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള നോട്ട്സ് കിട്ടും, ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും, അതേപോലെ റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ലൈവ് ക്ലാസ് മിസ്സായാൽ അത് എവിടെയും പോയില്ല, അതൊക്കെ ഓൾറെഡി നമ്മുടെ ആപ്പിൽ ഉണ്ടായിരിക്കും. പിന്നെ അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് വർക്ക് ഷീറ്റുകൾ, അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ മോഡൽ എക്സാംസ്, ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാംസ്, ഇങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ അഡ്മിഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരെല്ലാവരും, അതായത് നമ്മുടെ എക്സാമിൻ്റെ ഫാമിലിയുടെ ഭാഗമായിട്ട് മാറാൻ ആഗ്രഹമുള്ള എല്ലാവരും ഇത് ചെയ്യുക. ഈ താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് സെറ്റ് ആകാം.